ഹായ് ഗായ്സ്. സോ ഇപ്പോൾ ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ആൻഡ് ഇനി അടുത്തത് എനിക്കൊന്ന് ഫ്രഷ് ആവണം. ആൻഡ് ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ പറഞ്ഞാൽ ആഫ്റ്റർ സ്കൂൾ വ്ളോഗാണ്. അത്ര ലെങ്ത് ഒന്നും ഉണ്ടാവില്ല, കാരണം ലെങ്ത് ഉണ്ടാവില്ല. വൈകുന്നേരത്തിന് ശേഷം എടുക്കുന്നതുകൊണ്ട് തന്നെ അത്ര ലെങ്ത് ഉണ്ടാവില്ല. സോ yeah, that's it. Hello everyone, welcome back to my channel. So as I told you guys, ഞാൻ മൈക്ക് റീപർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മൈക്ക് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു മൈക്കാണ്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി മച്ച് ഗുഡ് മൈക്ക്. ഞാൻ മുന്നേ വാങ്ങിച്ച മൈക്കിനേക്കാൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി ഗ്രേറ്റ്, കാരണം എനിക്ക് മൈക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. And this also comes with a pouch and this windscreen also, and I really think this pouch is so handy. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം എനിക്കൊരു ചാർജറും കിട്ടിയിട്ടുണ്ടായിരുന്നു, which I used to charge the mic. And this is the thing നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുന്ന, and this is the mic and it's pretty good ഗൈസ്. അപ്പോൾ ഇതെൻ്റെ പുതിയ മൈക്കാണ്. ഇത് ഫിംഗേഴ്സ് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മൈക്കാണ്. ഇതിൻ്റെ ലൈറ്റ്നിങ്ങും ഉണ്ട്, നോർമൽ സി ടൈപ്പും ഉണ്ട്. ആൻഡ് ദിസ് തിങ് ആക്ച്വലി വർക്ക്ഡ്, കാരണം എൻ്റെ ഫോൺ ലൈറ്റ്നിങ് ആയതുകൊണ്ട് തന്നെ കുത്തിയ സമയത്ത് വർക്കായി. ആൻഡ് ഐ എം സോ ഹാപ്പി. സോ ഇനി മുതൽ നമ്മൾ ഈ മൈക്കിലിരിക്കും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടാവുക, വോയിസ് ഓവർ എല്ലാം. ഇതിൽ ജസ്റ്റ് ഓൺ ചെയ്താൽ മതി, നോയ്സ് ക്യാൻസലേഷൻ ഓട്ടോമാറ്റിക്കലി ഓൺ ആണ് ഇതിൽ. ആൻഡ് പിന്നെ ഒരു മ്യൂട്ടിങ് ഓപ്ഷനൊക്കെ ഉണ്ട്, സൈഡിലാണ് ബട്ടൺ വരുന്നത്. ആൻഡ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് മറ്റേത് വെച്ച് നോക്കുമ്പോൾ, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ദിസ് മൈക്ക്. ഇത് നല്ല മൈക്കാണ്, കാരണം ലൈറ്റ്നിങ്ങിനുള്ള മൈക്ക് കിട്ടുക പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. നമുക്കിങ്ങനെ സംസാരിക്കാം. ഇത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു മൈക്ക് കണ്ടില്ലേ. ഇനി ഈ സാധനം നമുക്ക് റിമൂവബിൾ ആണ്, ഇങ്ങനെ ആക്കിയാൽ പാടാണ് ഇടാനും റിമൂവ് ചെയ്യാനും. ഇങ്ങനൊരു സാധനം ഉള്ളിലുണ്ട്. സോ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്യാം, ക്ലിപ്പ് ഊരും ചെയ്യാം. സോ ഐ പ്രിഫർ ഞാൻ പ്രിഫർ ചെയ്യുക ഈ സാധനം ഇടാനാണ്, കാരണം ബിക്കോസ് ഇറ്റ്സ് സോ ക്യൂട്ട്. ആൻഡ് അതിനൊപ്പം ഇതാ ഈ ഒരു പൗച്ചും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ടോട്ടലി ഫ്രീ, കാരണം നമ്മൾ അത്രയും പൈസ കൊടുക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ചാർജർ ഉണ്ട്, അതേപോലെ തന്നെ അങ്ങനെ ഒരു സ്ഥലം which we can put the mic inside. So that's it, and this is my mic and I'm totally satisfied with it. So that's it. ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ അങ്ങനെ വൈകുന്നേരം ഫ്രഷൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈം 7 o'clock ആൻഡ് 7:18 ആയിട്ടുണ്ട്. ഇനി ലേറ്റ് ആക്കി ഞാൻ പഠിക്കാൻ ലേറ്റ് ആവും. അപ്പോഴാണ് ഇന്ന് ആക്ച്വലി ഞാൻ ലൈക്ക് ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ളോഗ് സംതിങ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് നാളെ എക്സാം ഉണ്ട്. നാളെ മുതൽ ഞങ്ങൾക്കൊരു ചെറിയൊരു എക്സാം ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നാളെ ഫിസിക്സ് ആണ് വരുന്നത്. ആൻഡ് ഫിസിക്സിൽ കറണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഈ 2 ചാപ്റ്റേഴ്സാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ഓൾറെഡി സൈലത്തിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഹാഫ് പഠിച്ചിട്ടുണ്ട് ഞാൻ ചാപ്റ്ററിൻ്റെ. അതൊന്ന് ജൂണിൽ പഠിച്ചതാണ്, പിന്നെ ഞാൻ തൊട്ടിട്ടില്ല. സോ അതൊന്ന് റിവൈസ് ചെയ്യണം, ഇന്ന് പഠിക്കണം ഒന്നും കൂടി. ലൈക്ക് റിവൈസ് എന്ന് പറയാൻ പറ്റില്ല, പഠിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്, അതിപ്പോൾ സൈലത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 2 ക്ലാസ്സൊക്കെ ആയിട്ടുള്ള എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, ദാറ്റ്സ് ട്രൂത്ത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പ്രൊഡക്റ്റീവായി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റത്തെ ആ ഒരു ചാപ്റ്റർ ഒന്ന് റിവിഷൻ നടത്താനും, അതേപോലെ തന്നെ അത് ഫുള്ളായിട്ടില്ല, പകുതിയേ ഉള്ളൂ. അപ്പോൾ 2-3 ഡെറിവേഷൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഒന്ന് നിൽക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റിന് ക്ലാസ് കാണാമെന്ന് വിചാരിക്കുന്നത്, കാരണം പഠിക്കാൻ ഒരു ദിവസം രാത്രി കൊണ്ട് നടക്കില്ല. സോ ക്ലാസ് കണ്ടാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ, എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിൽ നിൽക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ 10th പഠിച്ച പോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ വെച്ച് എക്സാം എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഒന്നും അറിയാതെ ഒരു ചാപ്റ്റർ പോവുക പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്, മാർക്ക് സ്കോർ ചെയ്യുക പറഞ്ഞാൽ. സോ ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ വൈകിപ്പിക്കുന്നില്ല, ഒന്നാം തീയതി ലേറ്റ് ആയിട്ടുണ്ട്. So first I started with the chapter I already studied, like ഒരു റിവിഷൻ പോലെ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഐ സ്റ്റഡീഡ് ഇറ്റ്. നമുക്ക് ചാപ്റ്റേഴ്സ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. സോ ഒരു ഹാഫ് വരെ ഉള്ളൂ, ഹാഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 3/4 വരെ ഉണ്ട് ചാപ്റ്റർ. സോ ഐ സ്റ്റഡീഡ് എവറിത്തിങ്. ഞാൻ അത്രയ്ക്കൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ എന്തായാലും മിസ്സ് പറഞ്ഞ ആ ഒരു ഭാഗം വരെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് സോ ഹാപ്പി. ജസ്റ്റ് റിവിഷൻ മാത്രം ചെയ്താൽ മതിയായിരുന്നു. സോ ഐ ഡിഡ് റിവിഷൻ. And after that comes the toughest part, which is studying a chapter. എനിക്ക് 2 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ആൻഡ്
ലിറ്ററലി എനിക്കൊരു ചാപ്റ്റർ അറിയൂ. സെക്കൻഡ് മീൻസ് ആക്ച്വലി ഇറ്റ് വാസ് ദി തേർഡ് ചാപ്റ്റർ. പക്ഷേ മിസ് പറഞ്ഞ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഞങ്ങൾക്ക് ആക്ച്വലി 2 ടീച്ചേഴ്സ് ഉണ്ട് ഫിസിക്സ് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണിത്. സൈലത്തിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തിട്ടില്ല എന്നല്ല, സ്റ്റാർട്ടിങ് ഉള്ളൂ. സോ ഐ ജസ്റ്റ് വാച്ച്ഡ് വൺ ക്ലാസ്. കാരണം ഒന്നും അറിയാതെ പോകണ്ടല്ലോ, എന്തെങ്കിലും ഇക്വേഷൻ ഓർ സംതിങ് എന്തെങ്കിലും ചോദിക്കും ഫസ്റ്റ് ഉള്ളത്. സോ അത് ഞാൻ പഠിച്ചു വെച്ചു. ആൻഡ് ആക്ച്വലി ഒന്നും ചോദിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്തൊക്കെ ലൈക്ക് കുറച്ചും കൂടി നമ്മൾ ഒരു പാർട്ട് 2 ഒക്കെ കണ്ടാൽ മേ ബി എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഫസ്റ്റ് ഇതിലുള്ള ആ ഒരു പാർട്ടിൽ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് ആൻസർ ചെയ്യാൻ ഇല്ലായിരുന്നു എക്സാമിൽ. ബട്ട് ഐ ഹോപ്പ് കൈൻഡ് ഐ ഡൺ ഇറ്റ് വെൽ. കാരണം കുറച്ച് ദിവസമായിട്ടുള്ളൂ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചത്. സോ മേ ബി ഇറ്റ് മൈഡ് ലൈക്ക് പ്രോഗ്രസ് പോലെയാണ് ഞാൻ കാണുന്നത്. വലിയ മാർക്കൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ലൈക്ക് ഇനി വരുന്ന ഓണം എക്സാംസിനൊക്കെ എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ട്. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. സോ സീ യു സൂൺ ഇൻ ദ വീഡിയോ.